മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളിൽ ചീഫ് സെക്രട്ടറിയോടും DGPയോടും വിശദീകരണം തേടി ഗവർണർ. ഫോൺ ചോർത്തൽ, ഹവാല പണം ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനമെന്ന ആരോപണം എന്നിവ വിശദീകരിക്കണം. രാജ്ഭവനിൽ നാളെ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം. മലപ്പുറത്ത് CPIMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം. വർഗീയ കണ്ണിലൂടെ മലപ്പുറത്തെ കാണുന്നത് തെറ്റെന്ന് A. വിജയരാഘവൻ. ഒരു വർഗീയവാദിക്കും ഇവിടെ സ്ഥാനമില്ല. CPIM ജില്ലാ സെക്രട്ടറി RSSകാരനെന്ന് പറഞ്ഞത് അൻവർ സ്വയം ചെറുതായെന്ന് വിമർശനം. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. സ്പീക്കറുടെ ഡയസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ പിടിച്ചുമാറ്റി വാച്ച് ആൻഡ് വാർഡ്. സഭയിൽ കൊമ്പ് കോർത്ത മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന് മുഖ്യമന്ത്രി അഴിമതിക്കാരനെന്ന് BD സതീശൻ. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൽ വിശദമായ അന്വേഷണമെന്ന കൊച്ചി DCP. ഓം പ്രകാശിന്റെയും കൂട്ടുപ്രതിയുടെയും രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ചു. നടൻ ശ്രീമാൻ ഭാസിയെയും നടി പ്രയാഗ മാർട്ടിനെയും ഉടൻ ചോദ്യം ചെയ്യും. ഓം പ്രകാശ് താമസിച്ച കൊച്ചിയിലെ ഹോട്ടലിൽ അഭിനേതാക്കൾ എത്തിയെന്ന് പോലീസ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം. പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കിയില്ല. ശനിയാഴ്ച വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം. മാധ്യമങ്ങളോട് മിണ്ടാതെ സിദ്ദിഖ്. ആലുവ സ്വദേശിയുടെ പരാതിയിൽ ഹാജരാകാൻ നടൻ ജയസൂര്യയ്ക്കും നോട്ടീസ്. നെഹ്റു ട്രോഫി വള്ളം കളിയിൽ കാരിച്ചാൽ തന്നെ ജേതാവ്. വിധി നിർണയത്തിൽ പിഴവില്ലെന്ന് ജൂറി കമ്മിറ്റി. വിയപുരം ചുണ്ടന്റെ അപ്പീൽ തള്ളി. നടുഭാഗം ചുണ്ടന്റെ പരാതി നിലനിൽക്കില്ലെന്നും ജൂറി കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. ചീഫ് സെക്രട്ടറിയോടും DGPയോടും വിശദീകരണം തേടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി ഉന്നയിച്ച ഫോൺ ചോർത്തൽ, ഹവാല പണം ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനമെന്ന ആരോപണം എന്നിവ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടു. നാളെ 4 മണിക്ക് രാജ്ഭവനിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ